ചാരിറ്റി മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ചെലവൂർ പള്ളിത്താഴം യൂത്ത് മുന്നേറ്റം ചാരിറ്റി കൂട്ടായ്മ ഇപ്പോൾ പുതിയ മേഖലയിലേക്ക് കടന്നിരിക്കുകയാണ്. കടുത്ത വേനലിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശത്തെ നിരവധി വീടുകൾക്ക് കൂട്ടായ്മ സൗജന്യമായി കുടിവെള്ള വിതരണം ആരംഭിച്ചു. കടുത്ത വേനലിൽ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശത്തെ കുടുംബങ്ങൾക്ക് ലോറിയിൽ സൗജന്യമായി കുടിവെള്ളം എത്തിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ് ഈ ചാരിറ്റി കൂട്ടായ്മ. വ്യാഴാഴ്ച രാവിലെ 7 മണിയോടെ ചെലവൂർ മുക്കിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പുളിക്കൽ മഹല്ല് ഖത്തീബ് മുഹമ്മദ് അസ്ലം ബാക്കഫി സൗജന്യ കുടിവെള്ള വിതരണം ഉദ്ഘാടനം ചെയ്തു. ഐക്യം മഹാഫലം എന്ന് പറഞ്ഞതുപോലെ അതിന്റെ പിന്നിലാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, യദുല്ലാഹി അൽ ജമാഅ, അള്ളാഹുവിന്റെ നോട്ടമുണ്ടാകുന്നത് ഒരു ജമാഅത്തിന്റെ മേല, ഒരു സഖ്യത്തിന്റെ മേലിലാകും എന്നുള്ളതാണ്. അതുകൊണ്ട് എപ്പോഴും എന്നും ഉണർത്തുന്നത് പോലെ തന്നെ എന്നും ഉണർത്താനുള്ളത് നമ്മൾ ഐക്യത്തോടുള്ളതായിരിക്കുന്ന കൂട്ടമായ പ്രവർത്തനം ഇനിയും ഉണ്ടാവേണ്ടതുണ്ട്. അത് നിലനിൽക്കേണ്ടതാകുന്നു. അതിൽ പൈശാചികമായ ദുർബോധനങ്ങൾ ഉണ്ടാകാതെ നല്ല നിലയിൽ മുന്നോട്ട് പോകണം. അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇതെല്ലാം ഈ സംരംഭം അള്ളാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഇതിനുവേണ്ടി പ്രവർത്തിച്ചവര്, എല്ലാ നേതൃത്വം നൽകുന്നവര്, എത്തിക്കുന്നവര് എല്ലാവർക്കും അള്ളാഹു ഖൈർ നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന നാമത്തിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. കോഴിക്കോട് നഗരത്തിലെ 16, 17, 18 വാർഡുകളിൽ പെടുന്ന കോരക്കുന്ന്, കട്ടയാട്ടുപറമ്പ്, വെള്ളിയേക്കാട്, വിരുപ്പിൽ, ചോലമല തുടങ്ങിയ പ്രദേശങ്ങളിലെ കുടിവെള്ളക്ഷാമം നേരിടുന്ന ജനങ്ങൾക്ക് കൂട്ടായ്മയുടെ പ്രവർത്തനം വലിയ അനുഗ്രഹമാകും. ഉദ്ഘാടന ചടങ്ങിൽ ആഷിഖ് ചെലവൂർ അധ്യക്ഷനായി. നവാസ് മൂഴിക്കൽ, ഷാൾ അബ്ദുൽ അസീസ്, PM മൊയ്തീൻ കോയ, ഷംസു പൂക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ഇപ്പോൾ നമ്മുടെ കുടിവെള്ളമാണ് ഒക്കെ അറിയാം. 5-7 പെൺകുട്ടികളെ കല്യാണം കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ബീഫ് കൊടുത്തു, രക്തനിർണയ ക്യാമ്പ് നടച്ചു. അങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ നാട്ടുകാരുടെ സഹായം കൊണ്ടാണ്, അവരുടെ സഹായം കൊണ്ടാണ് നമുക്ക് ഇത്രയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. അതിന് പ്രത്യേകം എല്ലാ നാട്ടുകാരെയും, പ്രത്യേകിച്ച് എൻ്റെ സ്വന്തം പേരിലും ഈ ചാരിറ്റിയുടെ പേരിലും അഭിനന്ദനം അറിയിക്കുകയാണ്. ജീവകാരുണ്യ സേവന പ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ കുടിവെള്ള വിതരണത്തിന് വേണ്ടി ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ നമുക്കറിയാം, കടുത്ത വേനൽ നടന്നു ഏറ്റവും പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലയിടങ്ങളിലും കുടിവെള്ളം ലഭ്യമാകുന്നിടത്ത് വലിയ പ്രയാസം നേരിടുകയാണ്. നമുക്കറിയാം, വാട്ടർ അതോറിറ്റിയുടെ ജലലഭ്യത കുറവ്, പലയിടങ്ങളിലും നമുക്ക് കിണറുകളിൽ വെള്ളമില്ലാത്ത പ്രയാസകരമായ സാഹചര്യം. ഈ പ്രദേശങ്ങളിലെ കുന്നിൻ പുറത്ത് താമസിച്ചുകൊണ്ടിരിക്കുന്ന പലർക്കും വെള്ളം ഈ കാലഘട്ടങ്ങളിലൊക്കെ കിട്ടാക്കനിയായി മാറുകയാണ്. തീർച്ചയായും ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയാണ് പലയിടങ്ങളിലായ ആളുകൾ നമ്മളോട് ആവശ്യപ്പെട്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ഇന്ന് അതിന് തുടക്കം കുറിച്ചത്. യൂത്ത് മുന്നേറ്റം ചാരിറ്റി കൂട്ടായ്മ നടത്തുന്ന കുടിവെള്ള പദ്ധതിന്റെ ഉദ്ഘാടനമാണ് മഹല്ല് ഖത്തീബ് ഇവിടെ നടത്തിയത്. നമ്മുടെ ഈ പ്രദേശത്ത് കുടിവെള്ളത്തിന് ക്ഷാമമുള്ള ഏരിയയാണ് മോയിക്കല്, വിരുപ്പില്, പള്ളിത്തായം, കട്ടാട്ടുപറമ്പ്, ചെലവൂര്, പിന്നെ മുണ്ടിക്കത്തായം, മയനാട്, ഈ ഭാഗങ്ങളിലൊക്കെ കുടിവെള്ളത്തിന് ക്ഷാമമുള്ള ഭാഗത്തേക്ക് വെള്ളം എത്തിക്കുക എന്നുള്ള ദൗത്യവുമായാണ് യൂത്ത് മുന്നേറ്റം ചാരിറ്റി കൂട്ടായ്മ ഇറങ്ങിയത്. ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ എവിടെയെങ്കിലും വെള്ളത്തിന് ക്ഷാമമുള്ള ഏരിയകൾ ഉണ്ടെങ്കിൽ നമ്മളുമായി ബന്ധപ്പെടണം. അവിടെ ഞങ്ങൾ വെള്ളവുമായി എത്തുന്നതായിരിക്കും. അതോടൊപ്പം നമുക്കിതിനു വേണ്ടി സഹകരിച്ച നമ്മളുമായി സാമ്പത്തികമായും അല്ലാണ്ടുമൊക്കെ നമ്മളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ പടച്ചറബ് തക്കതായ പ്രതിഫലം കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. നമ്മുടെ ചാരിറ്റിയുടെ പ്രധാനമായിട്ടുള്ള ആവശ്യമെന്നുള്ളത് ഒരു കാരുണ്യ പ്രവർത്തനങ്ങളാണ്. ഇതിൽ ഞങ്ങൾ മുൻകൈ എടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നത്. ഇതിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ, അവരാണ് നമ്മുടെ ഈ
പരിപാടികൾക്കും എല്ലാ കാര്യങ്ങൾക്കും വിജയത്തിൽ എത്തിക്കാൻ ഞങ്ങൾ മുന്നിട്ട് കാണുന്നത്. നമ്മുടെ ഈ പ്രിയപ്പെട്ട ഇവിടെ സന്നിഹിതരായിട്ടുള്ള നേതാക്കന്മാർ, അവരെ ഞങ്ങൾ ഒരു കാര്യം ഞങ്ങളോട് പറയുന്ന സമയത്ത് അവര് വളരെ ഉത്സാഹത്തോടു കൂടി അത് ഏറ്റെടുത്ത് ചെയ്യാനുള്ളൊരു ധൈര്യം ഞങ്ങളെപ്പോലുള്ള പ്രവർത്തകന്മാർക്ക് ഊർജ്ജം നൽകുന്നത് ഇവരാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ അതും ഇന്ന് ഒരു കുടിവെള്ളം കൊടുത്ത് നമ്മൾ അവസാനിപ്പിക്കുകയല്ല. ഇത് തുടർന്നും ഏതൊക്കെ കുടുംബങ്ങൾക്കാണോ വെള്ളം കിട്ടുന്നില്ല, അല്ലെങ്കിൽ മറ്റെന്ത് സഹായങ്ങളായാലും അതൊക്കെ ചാരിറ്റിയുടെ നേതൃത്വത്തിൽ അതിനൊരു തീരുമാനം എടുത്തുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ ചാരിറ്റി പ്രവർത്തനം, യൂത്ത് മുന്നേറ്റം ചാരിറ്റി കൂട്ടായ്മ നമ്മുടെ നാടിന് ഇവിടെ ഒരു ആവശ്യമായി നിൽക്കുന്ന ഈ സമയത്ത് ഇതിന് നാട്ടുകാരുടെ എല്ലാ വിധത്തിലുള്ള സഹകരണങ്ങളും കൂടെ ഉണ്ട്. അത് തുടർന്നും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഓരോ പദ്ധതിയും ജനങ്ങളിൽ എത്തുമ്പോൾ വളരെ ആവേശപൂർണവും സാമ്പത്തികമായും ശാരീരികമായും എല്ലാം അവർ വളരെയധികം ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. ഈ പറയുന്ന ഓരോ പദ്ധതികളും കൊണ്ടുവരുമ്പോഴും ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഇനിയും മുന്നോട്ടുള്ള ഒരുപാട് പദ്ധതികളുണ്ട്. പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി മരുന്നായിട്ടും വീടായിട്ടും ഓരോ പദ്ധതിയും ഞങ്ങളുടെ എല്ലാം മനസ്സിലുണ്ട്. അതൊക്കെ ഇനിയും പടച്ച റബ്ബ് നമുക്കൊക്കെ സാധിച്ചു തെരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയുള്ള മുന്നോട്ടുള്ള എൻ്റെ ഓരോ പ്രയത്നത്തിലും എല്ലാവരുടെ സഹായ സഹകരണം ഞങ്ങൾക്ക് ഉണ്ടാവണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു.